നമസ്കാരം. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം അവസാനിക്കുന്നില്ല. ട്രംപും നെതന്യാഹുവും അടിച്ചു പിരിഞ്ഞു. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം അവസാനിപ്പിക്കുവാൻ ധാരണയായെന്ന് ട്രംപ് പറയുമ്പോഴും ഒന്നും അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിൽ പാളലിന്റെ വക്കിലെത്തിപ്പോയ സമാധാന കരാറിന് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ വന്നതോടുകൂടി വീണ്ടും ജീവൻ വെച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും നെതന്യാഹു ട്രംപിനെ തള്ളിക്കളയുകയാണ്. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം താൻ ഇടപെട്ട് അവസാനിപ്പിച്ചതായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദിക്കുന്നു. താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടും ലെബനിലെ ഹിസ്ബുള്ള നേതാക്കളുടെ പ്രതിനിധികളുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയതായിട്ട് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരണം നടത്തുന്നു. ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇറാൻ സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറിയെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപ് വിഷയത്തിൽ ഇടപെടുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും ലെബനിലെ ബെയ്റൂട്ട് പിടിച്ചെടുക്കുന്ന നടപടിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞുവെന്നും അദ്ദേഹം സൈന്യത്തെ പിൻവലിച്ചുവെന്നും അതിൽ നന്ദിയുണ്ട് എന്നുകൂടി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു വെക്കുന്നു ട്രംപ്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി. ഇസ്രായേലിലേക്ക് വെടിയുതിർക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സമാനമായി ഇസ്രായേലും അവർക്ക് നേരെ വെടിയുതിർക്കുന്നത് നിർത്തുമെന്ന് പറയുന്നു. എത്ര കാലം സമാധാനപരമായി മുന്നോട്ട് പോകുമെന്ന് നോക്കാമെന്നാണ് പറയപ്പെടുന്നത്. അനന്തരം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം. പക്ഷെ ഇതൊന്നും നടക്കില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന യുദ്ധവെറിയന്മാരാണ്. അവർ ഹിസ്ബുള്ളയോ ലെബനെയോ ഇറാനെയോ ആരെ വേണോ ആക്രമിക്കാൻ തയ്യാറായി നടക്കുന്ന ഒരു വല്ലാത്ത ചെകുത്താന്മാരുടെ കൂട്ടമാണ്. വെടിനിർത്തലിനുള്ള ആഹ്വാനം ഹിസ്ബുള്ള അംഗീകരിക്കുന്നതായിട്ട് ലെബനൻ അറിയിച്ചു കഴിഞ്ഞു. US നിർദ്ദേശം ഹിസ്ബുള്ള അംഗീകരിക്കുന്നതായിട്ട് അറിയിച്ചുകൊണ്ടുള്ള സ്ഥിരീകരണം ലെബനന് കിട്ടിയെന്ന് യുഎസിലെ ലെബനീസ് എംബസി അറിയിക്കുകയും ചെയ്തു. ഇസ്രായേലും വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ആക്രമണം നിർത്തിയില്ല എങ്കിൽ ബെയ്റൂട്ടിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വീണ്ടും അറിയിച്ചിരിക്കുന്നു. ലെബനനിലെ ബൂഫോ കോട്ടയും കഴിഞ്ഞ് ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നതായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടയാണ് ഈ ബൂഫോ എന്ന്. ഈ കോട്ട ഉൾപ്പെടെയാണ് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ലിറ്റാനി നദി വരെയാണ് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിർത്തിയും കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രദേശങ്ങൾ പിടിച്ചടക്കുവാനുള്ള നീക്കമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയത്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളും പിടിച്ചടക്കുമെന്ന് തന്നെയാണ് നെതന്യാഹു പറയുന്നത്. തെക്കൻ ലെബനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകുകയും അതേസമയം ലെബനന് നേരെയുള്ള ആക്രമണം വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറാനും US-ഉമായിട്ടുള്ള സമാധാന കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നുണ്ട് എന്നുകൂടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി പറഞ്ഞു വയ്ക്കുമ്പോഴും ഇസ്രായേൽ അടങ്ങുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയുമായിട്ടുള്ള എല്ലാത്തരം നയതന്ത്ര ചർച്ചകളും ഇറാൻ അവസാനിപ്പിച്ചതായിട്ടാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാൻ പ്രതിനിധികൾ മുഖേന US-ഉമായി നടത്തിവന്ന ആശയവിനിമയങ്ങളൊക്കെ ഇറാൻ കഴിഞ്ഞ ദിവസം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചതായിട്ട് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള തസ്നീം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക ഇടനാഴിയായിട്ടുള്ള ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായിട്ടും ഉപരോധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ലെബനിലെ ഹിസ്ബുള്ള സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുക എന്നത് വെടിനിർത്തലിന്റെ പ്രധാന നിബന്ധനയായിരുന്നുവെന്നും ഇസ്രായേൽ ഇത് ലംഘിച്ചതുകൊണ്ടാണ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയതെന്നുള്ള ഇറാന്റെ നിലപാട് കൂടി പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇസ്രായേൽ സൈന്യം ലെബനിൽ നിന്നും ഗാസയിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറാതെ ഇനി യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലിനെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും പാഠം പഠിപ്പിക്കുവാൻ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായിട്ട് അടച്ചിടുന്നതിനൊപ്പം ഇവിടെ ബാബ് അൽ മന്ദേബ് ഉൾപ്പെടെയുള്ള മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലും പ്രതിരോധം ശക്തമാക്കാൻ ഇറാൻ തീരുമാനിക്കുകയാണ്. സയനിസ്റ്റ് ശക്തികളെയും അവരുടെ കൂട്ടാളികളെയും ശിക്ഷിക്കുവാൻ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായിട്ട് ഉപരോധിക്കുവാനും ബാബ് അൽ മന്ദേബ് ഉൾപ്പെടെയുള്ള മറ്റ് മുന്നണികൾ സജീവമാക്കുവാനും പ്രതിരോധ നിരയും ഇറാനും തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ തകർന്നെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. ക്രൂഡ് ഓയിൽ വിലയിൽ 6% വർധനവ് രേഖപ്പെടുത്തുന്നു. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലെടുക്ക് അത് അടച്ചിടുവാനുള്ള ഇറാന്റെ നീക്കം വരും ദിവസങ്ങൾ ആഗോള തലത്തിൽ തന്നെ ഇന്ധനവില കുതിച്ചുയരുവാൻ കാരണമാകും. മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്നും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള കരാർ സാധ്യമാകുമെന്ന് ട്രംപ് അടക്കം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു വെച്ചതും. എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ കുവൈറ്റിലെ US വ്യോമ താവളത്തിന് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ റഡാർ ഡ്രോൺ കമാൻഡ് കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായിരുന്നു ഇത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് നയതന്ത്ര ചർച്ചകൾ അടക്കം വഴിമുട്ടിപ്പോയത്. അതേസമയം ലെബനനിലെ സൈനിക നീക്കം തങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമാണ് എന്നും ഇതിന് പൊതു വെടിനിർത്തലുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ദക്ഷിണ ലെബനനിലെ ചരിത്ര പ്രധാനമായിട്ടുള്ള ബർഫോർട്ട് കോട്ട ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. 26 വർഷത്തിന് ശേഷമാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു അധിനിവേശം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടായത് എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഭരണം കൂടുതൽ ശക്തമാക്കുന്ന നെതന്യാഹുവും
വളരെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന ട്രംപിന്റെ കടുത്ത നിലപാടാണ് നേരത്തെയും ചർച്ചകൾ പ്രതിസന്ധിയിലാക്കിയത്. താൽക്കാലിക കരാറിലൂടെ ഹോർമൂസ് കടലെടുക്ക് തുറന്നു നൽകാൻ US ശ്രമിക്കുന്നതിനിടെയാണ് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം അടക്കമുള്ളവ ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ട്രംപും നെതന്യാഹുവും അടക്കം അടിച്ചു പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് ട്രംപിന് പോലും നെതന്യാഹുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. നെതന്യാഹുവിനോടുള്ള അതൃപ്തിയും അസഹിഷ്ണുതയും കാണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നതാണ്. ഇനി വരുന്ന കാലങ്ങളിൽ, ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമോ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള വാക്പോരോ കാണേണ്ടിയിരിക്കുന്നു ലോകം.